ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. സാധാരണ നാട്ടിലെത്തിയതിനേക്കാളും കുറച്ച് ക്ഷീണക്കൂടുതലും ജെറ്റ് ലാഗും എനിക്ക് ഇത്തവണ കൂടുതലുണ്ടായിരുന്നേ. അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വ്ളോഗൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. എല്ലാ തവണയും നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഒരു ലോഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കൊരു എക്സൽ ഷീറ്റ് ഉണ്ടായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇത്തവണ അതിൻ്റെ കുറച്ച് വ്യത്യാസത്തിൽ നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കുറേ സമയം ഫാമിലിയുടെ ഒപ്പം മാത്രം സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം വിഷ്ണു ഒരുപാട് ദിവസം ലീവ് എടുക്കുന്നില്ല കേട്ടോ. ആകെ ഒരു 5-6 ദിവസം മാത്രമേ നാട്ടിൽ നിന്ന് ലീവ് എടുക്കുന്നുള്ളൂ. കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ ആവശ്യം വരുമല്ലോ. വിഷ്ണുവിൻ്റെ കമ്പനിയിൽ ഏകദേശം 3 മാസത്തോളം വർക്ക് ഫ്രം ഹോം ലാൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ അധികമൊന്നുമില്ല. നമ്മളിപ്പോൾ 2 ആഴ്ച മാത്രമാണ് ഇവിടുന്ന് വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേ ഒക്കെ ആയിട്ട് കുറച്ച് ലീവ് വരുന്നുണ്ട്. എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ എണീറ്റു. ഇനി അധികം സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇനി സമയം കളയണ്ടല്ലോ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമുക്കാണ് നേരം വിളിക്കാൻ ഇത്രയൊക്കെ ലേറ്റ് ആവുള്ളൂ കേട്ടോ. അമ്മയും അച്ഛനൊക്കെ നേരത്തെ എണീക്കും. ഒരു 5:30-5:45 എണീറ്റ് അവരവരുടെ ഒരു ചെറിയ നടത്തത്തിനൊക്കെ പോയി തിരിച്ചു വന്ന് ചായ കുടിച്ച് ഒരു 7:30-7:45 അവർ ബ്രേക്ക്ഫാസ്റ്റും കഴിയും. ഇപ്പം നമ്മളുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഡിലേ വരുന്നത്. അച്ഛൻ രാവിലെ വളാഞ്ചേരി പോയിരിക്കുകയായിരുന്നേ നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കഴിക്കാൻ തോന്നുന്ന മീനുകളുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛന്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നായിട്ട് വാങ്ങി വരികയാണ്. എണീറ്റ് ഇങ്ങനെ നമ്മൾ ഓണായി വരുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ചെറിയ കിളികളുടെ ശബ്ദം, പിന്നെ അധികം വണ്ടികളൊന്നും ഉണ്ടായിരിക്കില്ല. നേരെ ഫ്രണ്ടിൽ മദ്രസയാണ്. അവിടുന്ന് കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ചെറിയ ശബ്ദം കേൾക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ വെയിലൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് രാവിലെ ഇങ്ങനെ നടക്കാനും ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഞാൻ +2 വരെയാണ് വീട്ടിൽ നിന്ന് പഠിച്ചത്. ആ സമയത്ത് ഞാൻ രാവിലെ എണീറ്റാൽ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ ഇരിക്കും നിൽക്കുകയൊക്കെ ആയിട്ട് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഈ ഒരു സമയം ഇവിടെ. കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ആക്റ്റീവ് ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലുള്ള സമയത്ത് നിന്ന്. അവനാണ് ഇവൻ. പുള്ളിക്ക് അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ. എനിക്കൊരു 18-19 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ പുള്ളീനെ എടുക്കുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് കൊല്ലത്രേ. ഇപ്പോഴും എന്നാലും ചെറുതായിട്ട് നമ്മൾ വളാഞ്ചേരി പോയി മീൻ വാങ്ങിക്കാനൊക്കെ നമ്മളിവനെ കൊണ്ടുപോകും. ഇത് അച്ഛൻ്റെയും അമ്മയുടെയും ചെടിപ്പരിപാടിയാണേ. മെയിൻലി അച്ഛൻ്റെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അച്ഛൻ ഇതൊരു ചെറിയ ഭാഗമാണ് കേട്ടോ. അച്ഛൻ്റെ മെയിൻ ഏരിയ പച്ചക്കറിയാണ്. അത് അപ്പുറത്തൊരു വലിയ തോട്ടത്തിൽ നിൽക്കുന്നുണ്ട്. വീട്ടിലോട്ട് ആരെങ്കിലും ആദ്യമായിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കൊറിയറൊക്കെ തരാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം വരികയാണെങ്കിൽ നമ്മൾ വീട് തിരിച്ചറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറയുമല്ലോ. അപ്പം നമ്മൾ പറയുന്ന കാര്യമാണ് നിറയെ ചെടിയുള്ള ബോഗൻവില്ലുള്ള വീടില്ലേ അതാണ്. അത് പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരെന്നെ ഇങ്ങോട്ട് ചോദിക്കും ഈ വീടാണോ എന്ന്. രോഹിത് രാവിലെ നേരത്തെ എണീച്ച് അവൻ്റെ എന്തൊക്കെയോ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പുറത്ത് പോയതായിരുന്നേ. ദേ തിരിച്ചു വന്നിട്ടുണ്ട്. ബെയിലിക്ക് എൻ്റെ ഒരു ചെറിയ താല്പര്യം കൂടുതൽ രോഹിത്തിൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഉണ്ടേ. അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ആൾക്കാർ വലിയ മൈൻഡൊന്നുമില്ല. ദേ കണ്ടാൽ പിന്നാലെ പോകുന്നുണ്ടോ. കഴിഞ്ഞ വ്ളോഗ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ബെയിലി ഭയങ്കര ഡൗൺ ആയിരുന്നല്ലോ വയ്യാഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ പുള്ളിക്കാരി റെഡി ആയിട്ടോ. 2-3 തവണ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് പുള്ളിക്കാരി റിയൽ പ്രശ്നം മനസ്സിലായതൊന്ന് സോൾവ് ചെയ്തത്. ഇപ്പോൾ ഡേ ബൈ ഡേ ബെറ്ററായി വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാര്യമാണ് അകത്ത് കയറാനുള്ള ഈ ഒരു ത്വര. ആരെങ്കിലും ആ ഡോർ ചെറുതായിട്ടൊന്ന് തുറന്നാൽ മതി, ഇല്ലാത്ത ഗ്യാപ്പ് ഉണ്ടാക്കി പുള്ളിക്കാരി അകത്ത് കയറും. സാധാരണ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന അത്ര സൈലൻ്റ് ആയിരിക്കില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വോയിസ് ഓവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് റോഡ് വരുന്നത്. അതുകൂടെ വണ്ടികൾ പോകുന്ന ശബ്ദം നിങ്ങൾക്ക് എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. ഇനി നമ്മൾ കുറേ നേരം അന്തം വിട്ടിരുന്നാൽ ശരിയാവില്ല കേട്ടോ. കാരണം നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കണം. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റാന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വീഡിയോയിൽ തുടർന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ചായയൊക്കെ കുടിച്ച് നമുക്ക് മെല്ലെ ഇന്നത്തെ ഒരു ദിവസം ഓണാവാം. ഈ ഒരു സമയം തൊട്ട് ഞാനും അമ്മയും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഡിസ്കഷൻ തുടങ്ങും. അതിൽ നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അമ്മയ്ക്കും എനിക്കും ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ ചൊറിയും തുടങ്ങും. പിന്നെ അത് വർത്താനാവും. അങ്ങനെ സീരിയസ് അടികളൊന്നും ആയിരിക്കില്ല കേട്ടോ. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നിട്ട് അച്ഛൻ പറയും നമ്മൾ 2 പേരും കൂടെ ഇവിടെ ചേർന്നാൽ ഈ വീട്ടിൽ സമാധാനം കുറേയൊക്കെ തീരുമാനമായി കിട്ടുന്നത്. നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ശീലം വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും വിഷ്ണു രാവിലെ ഒരു 1/2 മണിക്കൂർ വീഡിയോ ഒക്കെ വെച്ചിട്ട് ചെറിയൊരു വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെയാണ് വർക്കൗട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ അധികം ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മടിച്ച് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ 1-2 തവണയൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ രണ്ടാമത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാത്രം ചെറുതായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. വിഷ്ണുവിൻ്റെ വർക്കൗട്ട് തീരാൻ ഒരു 10 മിനിറ്റും കൂടെ എടുക്കേ. അതുകൊണ്ട് അമ്മയും അച്ഛനും കഴിച്ച് തുടങ്ങുക നല്ലത്. കാരണം അവർക്ക് ഇപ്പോഴേ നല്ലോണം വിശക്കുന്നുണ്ടായിരിക്കും. ഇത്ര സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ കിടന്ന എങ്ങനെ ബെയിലി വന്നു വരാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇടിയപ്പവും കടലക്കറിയാണേ. രാവിലെ കുറച്ച് പ്രോട്ടീൻ ആവാമെന്ന് വിചാരിച്ചു.
രാത്രി കടല കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര അസിഡിക് ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കടല പരിപാടിയൊക്കെ നമ്മളിപ്പോൾ രാവിലെ തൊട്ട് മാറ്റി. അമ്മേനെയും അച്ഛനെയും രോഹിത്തിനെയും ഒക്കെ കുറച്ചും കൂടെ വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കുറച്ച് ക്യാമറ ഷൈ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വീഡിയോ നോക്കി വർത്താനം പറയാന്നുള്ളത് വേറെ തന്നെ ഒരു കാര്യമാണല്ലോ. അതൊക്കെ അവർക്ക് അത്ര അങ്ങോട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണുവിൻ്റെ ചെറിയ ക്യാമറയിനോടുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കൊല്ലങ്ങളായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ ആൾക്കാർക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ വിഷ്ണുവിൻ്റെ അമ്മ അങ്ങനെയല്ല കേട്ടോ. അമ്മയ്ക്ക് കുറച്ചും കൂടെ ക്യാമറയിൽ വരാനും സംസാരിക്കാനും ഒക്കെ ഒരു ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. രോഹിത്തും വിഷ്ണുവും കൂടെ നല്ല വർത്തമാനത്തിലാണ്. ഇടയിൽ നമുക്കൊന്ന് പോയി കുളിച്ച് വരാട്ടോ. കാരണം നമുക്കൊരു വെന്യൂ കാണാൻ വേണ്ടി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം കുളിയാണ് എനിക്ക് ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യം. എനിക്ക് മുടി ചുരുട്ടാനും നിർത്താനും ഒന്നും വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണേ. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ചുരുണ്ട മുടിയായിട്ടും കേളി ഹെയർ റുട്ടീനൊന്നും ചെയ്യാതെ സ്ഥിരമായിട്ടൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുടിയിലോട്ട് തിരിഞ്ഞു നോക്കണ്ടല്ലോ. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല മുടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിച്ച് കഴിഞ്ഞാൽ മുടി നല്ലോണം ചുരുളും. എൻ്റെ കുളിയാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം കുളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മുടി സ്റ്റൈൽ ചെയ്യാൻ സമയമെടുക്കുകൊണ്ട് വിഷ്ണുവിന് എൻ്റെ കുളി ഒരു പേടി സ്വപ്നമാണ്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ആഴ്ചയിൽ 2 തവണയെ കുളിക്കാറുള്ളൂ കേട്ടോ. ഇവിടെയാണെങ്കിലും തല ഞാൻ 2 തവണ തന്നെ കുളിക്കാറുള്ളൂ. ഡെയിലി 2 നേരം മേല് കഴുകും. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യണം, ബ്ലോ ഡ്രൈ ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇനി വിഷ്ണുവിന് തിരിച്ച് വന്ന് ജോലിക്ക് കയറാനുള്ളത് കൊണ്ട് ഞാൻ കാരണം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കുളി അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വെന്യൂലോട്ട് പോവാം. ബെയിൽ അമ്മ കലിപ്പിലാണ്. ഷൂട്ടിട്ട് രോഹിത്ത് അകത്ത് കയറിയത് അല്ലേ? ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഷൂല് കുറച്ച് ചളി ഉണ്ടായിരുന്നു. അത് വീടിൻ്റെ അകത്തായി എന്നുള്ള പ്രശ്നമാണ് അമ്മയ്ക്ക്. അതൊരു പ്രശ്നമാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. ഞാനൊരു വല്ലാത്ത ഹെയർ സ്റ്റൈലാട്ടോ. എനിക്ക് എങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുടി ഒതുക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ നടുവെടുത്ത് അങ്ങോട്ട് വാക്സൊക്കെ തേച്ച് ചീകി അങ്ങോട്ട് കെട്ടി. അപ്പോൾ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സഹിക്കാം. വന്നിട്ട് കുളിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ കണ്ടോ കുപ്പിയും ചീർപ്പും കണ്ണാടിയും ഒക്കെ കൊണ്ട. ഗേറ്റ് ഒട്ടും തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണെന്നറിയോ, ബെയിലിക്ക് എത്ര വയ്യാന്നുണ്ടെങ്കിലും ഗേറ്റ് എവിടെയെങ്കിലും തുറക്കുന്ന ശബ്ദമൊക്കെ കേട്ടാൽ പുള്ളിക്കാരിക്ക് അപ്പോൾ സർക്കിട്ട് പോകണം. നമ്മളൊക്കെ പുറത്ത് പോയി തിരിച്ചു വരുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരുടെ വിചാരം പുള്ളിക്കാരിയും പുറമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാമല്ലോ. എന്തൊക്കെ ഈ വീട്ടുകാർ എത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനും വിഷ്ണു രോഹിത്തും കൂടെ, വിഷ്ണു ഒരു ഗീവപ്പ് ചെയ്ത അവസ്ഥയാണ് ഇരിക്കുന്നത്. ഞാനും വിഷ്ണു രോഹിത്തും കൂടെ വളകാപ്പിനൊരു വെന്യൂ നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് തന്നെ കുറച്ച് വെന്യൂവും കാര്യങ്ങളും ഒക്കെ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഓരോരോ സ്ഥലങ്ങളിൽ പോയി നോക്കുകയാണ്. അധികം നമ്മുടെ വീടിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലം നോക്കണില്ല. കാരണം വെല്ലച്ചനും ചിലപ്പോൾ അമ്മമ്മയും വരുന്നു പറയുന്നുണ്ട്. അപ്പൊ അവർക്കും കൂടെ സൗകര്യത്തിന് പറ്റുന്നൊരു സ്ഥലം നോക്കണം. പിന്നെ ഇതൊരു ചെറിയ ഫംഗ്ഷൻ ആട്ടോ. വെരി ഇമ്മീഡിയറ്റ് ഫാമിലിനെ മാത്രം വിളിച്ച് ഒരു 50-ൽ താഴെ മാത്രം ആൾക്കാരുള്ള ഒരു കുട്ടി ഫംഗ്ഷൻ. സത്യം പറഞ്ഞാൽ വളകാപ്പ് എന്നുള്ളൊരു എന്താ പറയുക ഫംഗ്ഷനൊന്നും നമ്മുടെ അവിടെ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഇത് എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ മുകളിൽ മാത്രം നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ ഈ വളകാപ്പ്. നമ്മളവിടെ സിമ്പിളാണ്. എന്താ പറയുക, പ്രഗ്നന്റ് ആയ പ്രസവിക്കുക, അത്രേ ഉള്ളൂ. കൂട്ടിക്കൊണ്ടുപോകാനൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം അമ്മയും പ്രീതമാമിയും ദീപാമിയും ഒക്കെ സ്കൂൾ ഇവിടെ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെയല്ലേ വീട് വെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കൂട്ടിക്കൊണ്ടുപോകുക അങ്ങനത്തെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രഗ്നന്റ് ആവുന്നു, നമ്മൾ പ്രസവിക്കുന്നു, കുട്ടി വരുന്നു. പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആദ്യം വരുന്നൊരു ചടങ്ങ് 28ആണ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ. അതല്ലാതെ ഒരു ചടങ്ങ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ ഫാമിലിയില്. പക്ഷെ ഇത് എനിക്കൊരു ആഗ്രഹം, ഇപ്പൊ എല്ലാരും ചെയ്യുന്ന കാണുന്നില്ലേ. അപ്പൊ എനിക്കൊരാഗ്രഹം ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ച് ഒരു പരിപാടി നടത്താൻ. അപ്പൊ അതിന് ഇവരൊക്കെ ഒപ്പം നിൽക്കാൻ എന്ന് പറഞ്ഞതിന് മുകളിൽ നമ്മൾ ഒരു വെന്യൂ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ നമ്മൾ തിരൂരാ പോകണം കേട്ടോ. മലപ്പുറത്ത് തന്നെ അല്ല, മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു സ്ഥലമാണ് തിരൂര്. അപ്പോൾ തിരൂര് പോയിട്ട് നമ്മൾ ഒരു വെന്യൂ നോക്കണം. എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു രൂപമൊക്കെ ഉണ്ട്, എങ്ങനെ വേണം വെന്യൂ, എങ്ങനെ വേണം സാരി എന്നുള്ളതൊക്കെ. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നാൽ എനിക്ക് ഏകദേശം ഒരു 3 ആഴ്ചയെ കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെന്യൂ എനിക്ക് അവിടെ നിന്ന് നോക്കാൻ പറ്റില്ലല്ലോ പോയിട്ട്. അപ്പോൾ അങ്ങനത്തെ അവസാന മിനിറ്റ് കുറച്ച് പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരൂര് പോകാം. മുന്നേ ഞാൻ നാട്ടിലായിരുന്ന സമയത്തും ഈ ഒരു സമയമായി കഴിഞ്ഞാൽ വീട്ടിൽ സംഭാരം ഉണ്ടാക്കി വെക്കും കേട്ടോ കുറേ. അപ്പോൾ എനിക്ക് സംഭാരം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മിൽമയുടെ സംഭാരം വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ്, അധികം വീട്ടിൽ എപ്പോഴും മിൽമയുടെ സംഭാരം തന്നെയാണ് വാങ്ങി കണ്ടിട്ടുള്ളൂ.
തിരൂരിൽ നിന്നും കുറച്ചധികം നല്ലോണം ഉള്ളിലോട്ട് പോകാനുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വെന്യൂ. എനിക്ക് പോകുന്ന വഴി കണ്ടപ്പോൾ തന്നെ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് വെച്ച് പരിപാടി നടത്തണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞു തന്നത് അപർണയാണ് കേട്ടോ. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ കണ്ടിട്ടാണ് അപർണ എനിക്കത് ഫോർവേഡ് ചെയ്ത് തന്നത്. അതിനുശേഷം ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കൊയർ റിട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു പഴയ കയർ കമ്പനിയാണ് കേട്ടോ. അവരത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കപ്പിളിനൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിൽ മാറ്റിയെടുത്തതാണ്. 2 വലിയ ആല് നിൽക്കുന്നുണ്ട്. നല്ല തണലുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ചൂടും അധികം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ആദ്യം സംസാരിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ഒരു സ്ഥലം എന്ത് പീസ്ഫുള്ളാണെന്നൊന്ന് കേൾക്കൂ കേട്ടോ. കക്ക പെറുക്കാൻ വേണ്ടി ചേട്ടന്മാർ പോകുന്നത് കണ്ടോ? എനിക്കിവിടെ വന്ന ഉടനെ പരിപാടി നടത്തണോ വേണ്ടേന്ന് ഞാൻ ചിന്തിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി വരണം എന്നായിരുന്നു. കാരണം അത്ര പീസ്ഫുള്ളായിരുന്നു, അത്ര കാമായിരുന്നു. ഇവിടെ ഒരു ബെഡ്റൂം മാത്രം വരുന്ന ഒരു സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേ ആണ്. അവിടുന്ന് തന്നെ നേരെ ഫ്രണ്ടിൽ കണ്ടോ നല്ല ഭംഗിയുള്ള പുഴയാണ്. ചെറിയൊരു എക്സ്റ്റൻഷൻ അവർ പുഴയിലോട്ടും വെച്ചിട്ടുണ്ട്. ഈ ആലാണ് ഇവിടുത്തെ ഭംഗി. 2 വലിയ ആലും സൈഡിലൊരു പുഴയും. ഇപ്പോൾ പുഴ കുറച്ചും കൂടെ കയറുന്ന പറഞ്ഞു. ഇപ്പോൾ പുഴ ഇറങ്ങുന്ന സമയമാണ്. ഇതിൻ്റെ ലോജിക്കല്ല, അതിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറുന്ന പറഞ്ഞത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു 50 ആൾക്കാരുടെ പരിപാടി നടത്താൻ പറ്റിയ ഒരു സ്പേസ് പോലെ എനിക്ക് തോന്നുന്നത്. വാട്ട് ഡു യു തിങ്ക്? ഗുഡാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പുള്ളിനോട് സംസാരിക്കുമ്പോൾ പുള്ളി പറയുമായിരുന്നു ഇതവരൊരു സ്റ്റേക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഈ ഒരു 2 ആലും ഈ ഒരു പുഴയും അങ്ങനെ ആകമൊത്തമുള്ളൊരു ഭംഗി കാരണം ഇവിടെ വെച്ചിപ്പോൾ ഒരു പരിപാടിയൊക്കെ സുഖമായിട്ട് നടക്കാറുണ്ട്. കുറേ പരിപാടികൾ ഇവിടെ നടന്നിട്ടുമുണ്ട്. പോകുന്നതിൻ്റെ മുന്നേ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. സമയം ഉണ്ടാവുക അറിയില്ല, നോക്കാം. ഇഷ്ടപ്പെട്ടോ വിഷ്ണു? എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയായിരുന്നു. കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. ആകെ ഒരു 50 ആൾക്കാർ വരുന്ന പരിപാടി ആകുമ്പോൾ ചെറിയ സ്പേസ് തന്നെ ആയിരിക്കും നമുക്ക് മാക്സിമം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ലത് അല്ലേ? ഞാൻ ഫുൾ എടുത്തു. ഇത്രയും കാലം ഈ ഒരു പരിപാടിയുടെ മുഴുവൻ കാര്യം ഞാനാ നോക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വിഷ്ണു ഒന്ന് ഇൻവോൾവ് ആവുന്നത്. അപ്പോഴാണ് വിഷ്ണുവിന് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടുത്തെ വീഡിയോ എടുത്തോ, ഇവന്റ് മാനേജ്മെന്റിന് അയച്ചു കൊടുക്കണ്ടേ, അവരെവിടെ സ്റ്റേജ് ഇട്ടുണ്ടെന്ന് പറഞ്ഞു, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. വായിച്ചതാണോ അത്? അങ്ങനെ വായിക്കണം നമ്മളത്. ഇഷ്ടം എന്താ റീലൊക്കെ നോക്കി തലക്ക് പ്രാന്ത ചൊറിഞ്ഞു കുത്തിരിക്കുന്നുള്ളത്. ചൂട് കാരണം ഷൂ ഇരുന്നതായിരുന്നു. പോവും. തുറന്നിടണ്ട. രോഹിത് വരുമ്പോ തുറന്നു കൊടുക്കാം. രോഹിത് എന്തോ സാധനം വാങ്ങിക്കാൻ പോയതാ. എന്തൊരു ചൂടാ അതുകൊണ്ട് നടക്കുമ്പോ. നമുക്ക് 3 പേർക്കും ആ ഒരു സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നും കൂടെ സംസാരിച്ച് നമ്മൾ അവിടെ തന്നെ പ്രോഗ്രാം ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. ബെയിലി കണ്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ആരെങ്കിലും ചെറുതായിട്ടെങ്കിലും ആ ഡോറൊന്ന് തുറന്നാൽ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ പുള്ളിക്കാരിനെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ, നല്ല ചൂടല്ലേ പുറത്ത്. അപ്പോൾ ഈ റൂമിലിടയ്ക്ക് AC ഇടാറുണ്ട് അച്ഛനും അമ്മയും കിടക്കുമ്പോഴൊക്കെ. അപ്പോൾ അടച്ചിടുകയാണെങ്കിൽ തണുപ്പ് നിൽക്കൂല ഈ ഒരു റൂമിൽ. അപ്പോൾ ബെയിലി ഇതേ താഴെ വന്ന് ഈ ഒരു സ്ഥലത്ത് സ്ഥിരമായി കിടന്ന് റെസ്റ്റ് എടുക്കുന്നത് ഒരു പുള്ളിക്കാരുടെ ഒരു രീതിയാണ്. പിന്നെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആകെ കലിപ്പാകുന്നതും കാണാം. പോണ്ട പുറത്ത്, അത്രയേ ഉള്ളൂ. തിരിച്ചു വന്നപ്പോഴേക്ക് ലഞ്ച് റെഡി ആയിട്ടുണ്ടേ. നല്ല ആവോലി വറുത്തതും പിന്നെ ആവോലി തേങ്ങ അരച്ച് വെച്ച കറിയായിരുന്നു. പിന്നെ ചീരയുടെ ഉപ്പേരി ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും മാത്രമുള്ള സമയത്ത് ഇത്ര വലിയ കുക്കിംഗ് ഒന്നും ഇവിടെ വരാറില്ലല്ലോ. അവർ രാവിലെ കുക്ക് ചെയ്യും, പിന്നെ അമ്മ സ്കൂളിൽ പോവും, ഉച്ചയ്ക്ക് ലഞ്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. രാത്രി കാര്യമായിട്ട് അങ്ങനെ കുക്കിംഗ് ഒന്നുമില്ല. എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനമാണ് അവർ കഴിക്കാറ്. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് കുക്കിംഗ് വരുമല്ലോ 3 നേരം. അതുകൊണ്ട് നമ്മളൊരു ചേച്ചീനെ സഹായത്തിന് വിളിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ എല്ലാം കൂടെ നല്ല ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചേച്ചി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് കേട്ടോ ഇരിക്കുന്നതെല്ലാം. മുന്നേ എപ്പോഴോ ദീമേമനായിട്ടുണ്ടായിരുന്ന ഒരു കോൺവെർസേഷൻ ആയിരുന്നേ. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചില കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനൊരു സഹായം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, നമുക്കത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ വെക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമായിട്ടാണ് മേമയ്ക്ക് തോന്നിയിട്ടുള്ളത്. 1, ഈ വരുന്ന ആൾക്കാർക്ക് അതൊരു ജോലിയാണ്. 2, നമുക്ക് അത്യാവശ്യം ഫ്രീ ടൈം ഉണ്ടാവുകയും ചെയ്യുമെന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു. ഇപ്പം ചേച്ചി സഹായത്തിന് വരുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത്യാവശ്യം ഫ്രീ ടൈം ഉണ്ട്. ഭയങ്കര ഓവർലോഡില്ല കുക്കിങ്ങിലൊന്നും. പിന്നെ എനിക്കാണെങ്കിലും നാട്ടിൽ വരുമ്പോൾ കുറേ സമയം കിച്ചണിൽ നിൽക്കാൻ എനിക്ക് ആക്ച്വലി താല്പര്യമില്ല കേട്ടോ. കാരണം നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരിക്കില്ലേ. അപ്പോൾ ചേച്ചി വരുന്നതുകൊണ്ട് തന്നെയാണ് എനിക്കും അമ്മയ്ക്കും അത്രയും ഫ്രീ ടൈം വേറെ കാര്യങ്ങളിൽ കിട്ടുന്നത്. ഇപ്പോൾ ചേച്ചി അരിയുണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അകത്ത് അമ്മയും രോഹിത്തും കൂടെ ചെറിയ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്.
രോഹിത്ത് കാറായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഗേറ്റ് അടയ്ക്കാൻ മറന്നു. ബെയിലിയുടെ ഇഷ്ടത്തിന് ഒന്ന് ചുറ്റുവട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് വയ്യെങ്കിലും ഒന്ന് ചുറ്റുവട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് നടന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള 2 പയ്യന്മാർ ബെയിലി ഇവിടെ കൊടുത്താക്കി. ബെയിലി ഇറങ്ങിപ്പോയി രോഹിത്ത് ഉത്തരവാദി എന്നുള്ളൊരു ചെറിയ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുക. വിഷ്ണു ജോലിക്ക് കയറി. വിഷ്ണു അവിടുത്തെ സമയത്ത് തന്നെ വർക്ക് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്നാലും ഇവിടെ ഒരു 1:30 ആവുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതവർ പറഞ്ഞു വേണമെങ്കിൽ ഒരു 11:30 12 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു സമയം 4:30 ഒക്കെ ആകുമ്പോൾ എൻഡ് ചെയ്യാം. കാരണം മീറ്റിംഗ്സ് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഡേ കുറവായിരിക്കുമല്ലോ. അതൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ പുറത്തൊക്കെ പോയി വന്നുകൊണ്ട് കയറാൻ വേണ്ടി സമയം 1:30 തന്നെയായി. അവിടുത്തെ സമയത്ത് ഇവിടെ വർക്ക് ചെയ്യുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വർക്ക് ചെയ്യുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വിഷ്ണുവിനുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം അതിനോട് അഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്നു. ഇനി ഞാൻ പോയിട്ട് എനിക്ക് കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. നമ്മുടെ സീമന്തത്തിൻ്റെ അല്ലെങ്കിൽ വളകാപ്പിൻ്റെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കി എങ്ങനെയാണ് ഡെക്കറേഷനും കാര്യങ്ങളും ബ്ലൗസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്കൊന്ന് നോക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടി ചെയ്യട്ടെ. അതിൻ്റെ ഒപ്പം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയും കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ പോയി ചെയ്ത് തീർക്കട്ടെ. കുറച്ചേരം സമയം കിട്ടുകയാണെങ്കിൽ ഉറങ്ങും ചെയ്യാം. ഉച്ചയ്ക്കൊരു മയക്കം നല്ലതല്ലേ. വിഷ്ണുവിന് കുറേ ലോങ് മീറ്റിങ്ങുള്ള ദിവസമാണ്. ഞാൻ ഇവിടെ കിടന്നു സുഖമായി ഉറങ്ങാമെന്ന് വിചാരിച്ചു. വിഷ്ണുവിന് വന്നതിന് ശേഷമേ രാവിലെ മാത്രമേ പുറത്ത് നടക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വർക്കിംഗ് ആയതുകൊണ്ട് അധികം AC ഇട്ടിരിക്കുന്നുണ്ട്. എൻ്റെ അത്ര ചൂട് ഇവിടെ വിഷ്ണു അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഉറങ്ങുന്നതിൻ്റെ മുന്നേ വീഡിയോ എത്ര പൈസ കിടന്നുറങ്ങണത്? 4:45 സമയം എഴുന്നേക്ക്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും വരും കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു സമ്മേളനമാണ്. പൊതുവേ പ്രീതമേമ്മയും ദീമേമ്മയും കൂടെ വരാറുണ്ട്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ റാൻഡം ടോപ്പിക്സ് കുറേ ഡിസ്കസ് ചെയ്യും. ഇന്ന് അപർണ വന്നിരിക്കുന്നത് വേറൊരു ഉദ്ദേശത്തിനാണ്. കാരണം നമ്മുടെ വളകാപ്പ് പരിപാടിയുടെ അല്ലെങ്കിൽ സീമന്തം പരിപാടിയുടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്യണം. നമ്മൾ 2 പേരും കൂടെ വാട്സാപ്പ് വഴിയായിരുന്നു ഞാൻ അവിടെ ഇരുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കി നമ്മൾ പ്രോഗ്രാം ഒന്ന് ഷെഡ്യൂൾ ചെയ്തെടുക്കുകയാണേ. ബെയിലിയുടെ 5 ദിവസത്തെ മെഡിസിൻ കഴിഞ്ഞ് ഇന്ന് ഒന്നും കൂടെ ഡോക്ടർ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ദേ കാണിച്ചിട്ട് വരികയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് വലിയ പ്രശ്നങ്ങളൊക്കെ മാറിയിരിക്കുന്നു കേട്ടോ. പുറത്ത് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വാ ബെയിലി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കാറിൻ്റെ അവിടെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസം പുള്ളിക്കാരിക്ക് വയ്യാതെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അത്യാവശ്യം പഴയതുപോലെ തന്നെ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് എന്താ അസുഖം എന്നുള്ളത് പറയാൻ വയ്യാത്തതുകൊണ്ടേ ഇവരുടെ സിംറ്റംസും കാര്യങ്ങളും എല്ലാം കണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കണം എന്താ ബുദ്ധിമുട്ടെന്ന്. ആകെ ബുദ്ധിമുട്ടി കഴിഞ്ഞ കുറച്ച് ദിവസം പറയാനും വയ്യ. ഞാനും രോഹിത്തും എപ്പോഴും ഡാൻസ് കളിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് രോഹിത്താണ് എന്നെക്കാൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതെന്ന്. അത് ഞാൻ 100 വട്ടം സമ്മതിക്കുന്നെങ്കിലും ഞാൻ രോഹിത്തിൻ്റെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കാറില്ല. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഒരു സീക്രട്ട് പറയാം. രോഹിത്ത് ഇന്നേ വരെ കളിച്ച അധികം ഡാൻസും ഞാൻ പഠിപ്പിച്ചു കൊടുത്താണ്. ഇപ്പോൾ കണ്ടോ, ഇവനൊരു ഡാൻസ് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അവൻ ആ സ്റ്റെപ്പൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചുമ്മാ തള്ളല്ല, നിങ്ങൾ തന്നെ കണ്ണു തുറന്ന് നോക്കൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും ആ ഡോറൊന്ന് തുറക്കാൻ പറയുന്ന ബെയിലി. അച്ഛൻ കാര്യമായി തോട്ടത്തിൽ പണിയിലാണ്. നമ്മളെങ്ങോട്ടാ പോണേ? എന്തിനാണ് നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ പോണത്? പ്ലാനിങ് കുറച്ച് ചെയ്തു. പിന്നെ അമ്മമ്മേനെയും വെല്ലച്ചനും ഇന്നലെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഗുരുവായൂരായിരുന്നു അല്ലേ? ആ, അപ്പോൾ അവിടെ പോയിട്ടൊന്ന് കണ്ട്. വെല്ലച്ചന് പ്ലാനിങ് ഭയങ്കര ഇഷ്ടമാണ്. വെല്ലച്ചനെയും കൂടെ പ്ലാനിങ്ങിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ. വെല്ലച്ചനാണ് എനിക്ക് പല റിസോർട്ട് അയച്ചു തന്നിട്ട് ഇത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നിന്നപ്പോഴേ പറ്റിക്കോ വിചാരിച്ചത്. ബെയിലിയുടെ ആക്ഷൻസ് ബെയിലിയുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, സെക്കൻഡ് ലാംഗ്വേജ് ആണ് ബൗബൗ ഭാഷ. നമ്മൾ എന്ത് പറഞ്ഞാലും വേറെ ഏതൊരാൾക്ക് ആ ഏരിയയിൽ മനസ്സിലാവുന്നതിനൊക്കെ മുന്നേ ബെയിലിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് റെസ്പോൺസും തരും. എല്ലാ കാര്യങ്ങൾക്കും കേട്ടു എന്നുള്ള റെസ്പോൺസ് മാത്രമായിരിക്കില്ല കേട്ടോ. ചില കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ കേട്ടില്ലാതെ നടിക്കും. നമ്മളിപ്പോൾ കൂട്ടിലൊക്കെ കയറാൻ പറഞ്ഞുണ്ടല്ലോ, കേട്ട ഭാവം നടിക്കില്ല. കാരണം അത് ചെയ്യാൻ ഇഷ്ടമല്ലല്ലോ. പിന്നെ ബെയിലിയുടെ സ്വഭാവം കുറേയൊക്കെ നമ്മൾ കൊഞ്ചിച്ച് വഷളാക്കിയതാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കുറച്ച് കാലത്തിന് ശേഷമാണ് നമുക്ക് എല്ലാവർക്കും കൊഞ്ചിക്ക് ഒരാളെ കിട്ടുന്നത്. അത് കുറച്ച് വെച്ചിട്ടുണ്ട്. ആ, നാളെ വരാം ഞാൻ. കുറച്ച് നേരം അമ്മമ്മയുടെയും വെളിച്ചൻ്റെയൊക്കെ എടുത്ത് വർത്താനം പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോണേ. നമ്മളിപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം വളാഞ്ചേരി ഉണ്ടായിരുന്നു. നാളെ നമ്മൾ തിരിച്ച് കോഴിക്കോട് പോവും. ഇനി ഒരാഴ്ച കോഴിക്കോടാണ്. സമയം 9-9:15 അവിടെ ഉള്ളതിനേക്കാളും ഒരു വലിയ വ്യത്യാസം ഇവിടെ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ 9:30-9:45 ആകുമ്പോഴേക്ക് എല്ലാ റെസ്റ്റോറൻറ്റ്സും അടച്ചു തുടങ്ങും. ഇവിടെ നല്ല ഓണായിട്ടുള്ള സമയമാണ് 9:30-10 മണിയൊക്കെ.
അപർണേനെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ കുറച്ച് അണ്ടർ ഡ്രസ്ഡ് ആയോ എന്നൊരു തോന്നല്. ആമി ഞാനൊക്കെ കണ്ടോ കാഷ്വൽ ഡ്രസ്സിലല്ല ആമി? യെല്ലോ. അമ്മ പിന്നെ യെല്ലോയും പച്ചയൊക്കെയാണ് നമ്മുടെ മെയിൻ. മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വളാഞ്ചേരി എല്ലാവരും അടുത്തടുത്ത് വീടുകളിലാണെന്നുണ്ടെങ്കിലും നല്ല ഒരു ജോയിൻറ്റ് ഫാമിലി കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അധിക ദിവസം എല്ലാവരും കാണും. അധികം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് രോഹിത്തും അപർണയും ആമിയും ഒന്നും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസങ്ങളില്ല. ഇവരെല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യത്തിൻ്റെ ആയിരിക്കാം അത്. വിഷ്ണു വളർന്ന സിറ്റുവേഷനും നമ്മുടെ സിറ്റുവേഷനും തമ്മിൽ ഈ ഒരു വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വിഷ്ണു എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നല്ല ഒരു ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പ് വളാഞ്ചേരി ഉണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പൊക്കെ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. വിഷ്ണുവിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് ഉണ്ട് എപ്പോഴും ഞാൻ കേൾക്കുന്നത്. റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് ബുദ്ധിമുട്ട്, അത് നശിപ്പിച്ച് കളയാൻ വേണ്ടി വളരെ എളുപ്പമാണ് എന്നുള്ളത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ കണ്ടില്ല എന്നടിക്കും, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ തന്നെയാണ് ശ്രമിക്കാറ്. തെറ്റുക, മിണ്ടാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പൊതുവേ അങ്ങനെ ഒരാളുടെ തെറ്റാൻ മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം എൻ്റെ സ്വഭാവത്തിലില്ല. പിന്നെ വിഷ്ണുവിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കും കേട്ടോ കുറേ. അങ്ങനെ ആമീനെ തിരിച്ച് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാക്കി നമ്മളിതേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു വന്നതിന് ശേഷം ആദ്യമായിട്ടൊന്ന് വണ്ടി എടുക്കുന്നത് കേട്ടോ, കുഴപ്പമുണ്ടായിരുന്നില്ല. തിരിച്ചെത്തി എല്ലാവരും കിടന്നുറങ്ങി. ഞാൻ രാവിലെ എടുത്ത് വെച്ചൊരു കുളി ബാക്കി ഉണ്ടായിരുന്നല്ലോ, കുളിയൊക്കെ കഴിഞ്ഞു, മുടിയൊക്കെ സെറ്റാക്കി. ഇനി ഞാനും ഉറങ്ങട്ടെ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, വീട്ടിലുള്ള സമയത്ത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ, പെട്ടെന്ന് കാണാം കേട്ടോ.